നല്ല വേനൽ വരുന്ന സമയത്ത് രാവിലെയും വൈകിട്ടും നനയ്ക്കുന്നുണ്ട്. ചെറിയ പ്ലാന്റ്സിന് നമ്മൾ സീഡ്ലിങ്സിന് വരുമ്പോൾ ഗ്രോത്തിനുള്ള NPK ഇതൊക്കെ 200 റേറ്റ് ആണല്ലേ? 200 250 സൈസിനനുസരിച്ച്. അത് കളേഴ്സ് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ആണോ? അതിന്റെ വെറൈറ്റികളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കോ? അതെങ്ങനെയാ? കളേഴ്സ് ഇട്ട് കൊടുക്കാം, കൊടുക്കുന്ന നമ്പറിൽ. നമ്മുടെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ജിനി സീഡ്ലിങ്സ് ചെറുത് വാങ്ങി കൊണ്ടുവന്ന് വളർത്തിയത് കണ്ടോ. ഇതേപോലെ വേരൊക്കെ ആയിട്ട് നല്ല ഹെൽത്തി പ്ലാന്റ് അയക്കുന്നതാണ് കേട്ടോ. ഇനി ഇത് കുറച്ച് നാളോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂവിടാറാവും. അതുപോലെ ഹെൽത്തായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെയുള്ള ചെടികൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സെക്ഷൻ വളരെ നല്ലതാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് ഒരു കൂട്ടം നല്ല അടിപൊളി ഡെൻഡ്രോബിയം പൂക്കളുടെ ഇടയിലാണ്. കാണുമ്പോൾ തന്നെ അറിയാലോ. നമ്മുടെ ഈ ഡെൻഡ്രോബിയം വളർത്താനായിട്ട് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ആദ്യമായിട്ട് വാങ്ങുന്നവർക്ക്, അല്ലെങ്കിൽ വലിയ വില കൊടുത്ത് വാങ്ങാനായിട്ട് പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ ഇതേപോലെയുള്ള നാടൻ വെറൈറ്റി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡെൻഡ്രോബിയത്തിന്റെ പൂക്കളോട് കൂടിയ ചെടി 150 രൂപ മുതൽ ചെടിയുടെ വലിപ്പം അനുസരിച്ച് 300 രൂപ വരെയുള്ള വിലയിൽ കിട്ടുന്ന ഒരു നഴ്സറിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരു വീട്ടമ്മയുടെ പുതിയ സംരംഭമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം നമ്മളെ പോലെയുള്ള വീട്ടമ്മമാരൊക്കെ വെറുതെ വീട്ടിലെ പണി കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോൾ അവർക്കൊരു വരുമാന മാർഗം കൂടി ആവുന്നതിന് ഒരു പ്രചോദനമാകും തോന്നുന്നു. ഇത് നമ്മുടെ ചാലക്കുടിക്ക് അടുത്ത്, അതായത് ചാലക്കുടി കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് 1 കിലോമീറ്റർ ഇങ്ങോട്ട് പോരുമ്പോൾ മൂഞ്ഞേലി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്റർ വരിക. ഇവിടെ ജിനി എന്ന് പറയുന്ന ഒരു വീട്ടമ്മ നഴ്സറിയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ചെടികളൊക്കെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താണ്. മാത്രമല്ല, ആർക്കെങ്കിലും വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നേരിട്ട് വന്ന് വാങ്ങാം. അതല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈൻ ഷോപ്പിങ്ങും ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ചെടികളുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ ഡീറ്റെയിൽസൊക്കെ ഇട്ട് തരും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വാങ്ങാം കേട്ടോ. അപ്പോൾ ചെടികൾ പല വലിപ്പത്തിലുണ്ട്, പല ഭംഗിയിലുള്ള പൂക്കളും ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് ചിലപ്പോൾ വലിപ്പം അനുസരിച്ച് റേറ്റിന് വ്യത്യാസം ഉണ്ടാവും. എന്നാലും 150 രൂപയിൽ തുടങ്ങുന്നു എന്നാണ് ജിനി പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ചെടികൾ ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് ഡെൻഡ്രോബിയം മാത്രമല്ല, ഫെൻലോപ്സിസ് ഉണ്ട്, അതിൻ്റെ പൂക്കളുള്ള കുറച്ച് ചെടികളുണ്ട്. അതുപോലെ അതിൻ്റെ സീഡ്ലിങ്സ് ഉണ്ട്, മൊക്കാറയുണ്ട്, മൊക്കാറയുടെ സീഡ്ലിങ്സ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഡെൻഡ്രോബിയത്തിൻ്റെ സീഡ്ലിങ്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് അതും വിൽപ്പനയ്ക്ക് ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു ഓർക്കിഡ് ഗാർഡൻ അല്ലെങ്കിൽ ഈ നഴ്സറി പരിപാലിക്കുന്ന ജിനി നമ്മോടൊപ്പം ഉണ്ട്. വളരെ സന്തോഷം തോന്നാണ്ട് ജിനി. കാരണം ഇത്രയും പൂക്കളെ അല്ലെങ്കിൽ ഇത്രയും ചെടികളെയൊക്കെ വീട്ടിലെ ജോലികളും തീർത്തിട്ട് പരിപാലിക്കുക എന്ന് പറയുന്നത് വലിയൊരു അഭിനന്ദനം തരേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ജിനി ഒന്ന് പരിചയപ്പെടുത്തും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. എൻ്റെ വീട് വരുന്നത് മൂഞ്ഞേലിയാണ്. വീട്ടും പേര് തറയില്, ചാലക്കുടിക്ക് അടുത്ത് തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നു. 3 കിലോമീറ്റർ. ഹസ്ബൻഡ് പോളി ഇലക്ട്രീഷ്യൻ. മക്കള് 3 പേര് പഠിക്കുന്നു. എന്തായാലും ഒരു സന്തോഷം. ഇനി ഒന്ന് പറഞ്ഞു, എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നോക്കുന്നത്, കെയറിങ്ങും ഇത് എങ്ങനെയാണ് കൊടുക്കുന്നതെന്നൊക്കെ ഒന്ന് പറഞ്ഞോളൂ. ഇത് വാട്ടറിങ് വരുന്നത് നമ്മൾ ഈ സമയത്ത് നമ്മൾ ഒരു പ്രാവശ്യമാണ് നനയ്ക്കുക. നല്ല വേനൽ വരുന്ന സമയത്ത് രാവിലെയും വൈകിട്ടും നനയ്ക്കുന്നുണ്ട്. ചെറിയ പ്ലാന്റ്സിന് നമ്മൾ സീഡ്ലിങ്സിന് വരുമ്പോൾ ഗ്രോത്തിനുള്ള NPK, പിന്നെ നമ്മൾ ഗോമൂത്രം കൊടുക്കാം. ഗോമൂത്രം കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നുണ്ട്. പിന്നെ കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ചത് അങ്ങനെ. അത് എത്ര ആഴ്ചയിലോ എത്ര ദിവസം? 2 പ്രാവശ്യമായിട്ട് കൊടുക്കും. ആഴ്ചയിൽ 2 പ്രാവശ്യം മാറി കൊടുക്കും. ജിനി ഇത് കൊണ്ടുവന്ന് സീഡ്ലിങ്സ് വളർത്തി പൂക്കളായതുണ്ട് അല്ലേ? ഒത്തിരി കൂടുതലും അതാണ് സീഡ്ലിങ്സ് വാങ്ങിച്ച് വളർത്തി വലുതാക്കിയിരിക്കുന്നതാണ്. പ്ലാന്റ്സിനനുസരിച്ച് 150 മുതൽ റേറ്റിന് ഇതൊക്കെ 150 രൂപയുടെ പ്ലാന്റ്സ് ആണ്. അതെ അല്ലേ? ഓക്കെ. സ്പൈക്ക് വന്നതാണ്. ഇതേപോലെ നമുക്ക് കിട്ടുന്ന ചെടിക്ക് 150 രൂപ. അത് പ്ലാന്റിന്റെ സൈസിനനുസരിച്ച് റേറ്റിന് ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നമുക്കിത് വന്ന് മേടിക്കുന്നവർക്ക് അങ്ങനെയാകാം. കൊറിയർ ആണെങ്കിൽ അയച്ചു കൊടുക്കാം. പിന്നെ അവിടെ കുറച്ച് സീഡ്ലിങ്സ് കണ്ടു, അതെങ്ങനെയാ? സീഡ്ലിങ്സ് ഇരിക്കുന്നതാണ്. എല്ലാം പുതിയ റൂട്ട് വന്ന് ഇതിൽ വെറൈറ്റീസ് നമുക്ക് എടുക്കാൻ പറ്റുമോ? എങ്ങനെയാ? അത് കളേഴ്സ് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ആണോ? അതിന്റെ വെറൈറ്റികളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കോ? അതെങ്ങനെയാ? കളേഴ്സ് ഇട്ട് കൊടുക്കാം. കൊടുക്കുന്ന നമ്പറിൽ കൊടുക്കാൻ പറ്റും. അപ്പൊ അതെല്ലാം കൊണ്ടുവന്നിട്ട് പോട്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ? ഓക്കെ. ചകിരിയിൽ പോട്ട് ചെയ്തിരിക്കും. അപ്പൊ ഇത് കുറെ നാളത്തേക്ക് ഈ ഒരു പോട്ടി തന്നെ ഇരുന്നാൽ മതി. ഒരുവിധം സൈസ് ആകുന്നവരെ ഇതിൽ പോട്ട് ചെയ്ത് ഇതിൽ ഫ്ലവർ ചെയ്യുകയും ചെയ്യും. പിന്നെ അല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിയുമ്പോൾ നമുക്ക് ഇതിൽ കരിയിൽ ഇത് മാറ്റിയിട്ട് കരിയിൽ പോട്ട് ചെയ്യാം. അതാണ് ഇച്ചിരി കൂടി ഹെൽത്ത് ആയിട്ട് വരും. വേര് പിടിക്കാൻ നല്ലത് ഇതാണ് അല്ലേ? ഓക്കെ. ഇത് ഒരു കാര്യമുണ്ട്. നമ്മുടെ ജിനിയുടെ അടുത്ത് വർഷങ്ങൾക്ക് മുമ്പേ കുഞ്ഞ് സീഡ്ലിങ്സ് വാങ്ങി ഇതേപോലെ മച്ചർ പ്ലാന്റ് ആക്കി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കതിനും ടാഗ് ഉണ്ടാവില്ല, പേര് കറക്റ്റ് പറയാനുണ്ടാവില്ല. പക്ഷേ
വളരെ ഹെൽത്തി ആയിട്ടാണ്. നമുക്ക് ഓർക്കിഡ് ആദ്യമായിട്ട് വാങ്ങുന്നവർക്കും അതുപോലെ ചെറിയ വിലയ്ക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു ഓർക്കിഡ് നല്ലതായിരിക്കും കേട്ടോ. ഇതിന് ജിനി എത്ര രൂപ സ്റ്റാർട്ടിങ്? സൈസ് അനുസരിച്ച് 300 രൂപ വരെ അല്ലേ? ഇത് കണ്ടോ, അതെ 3-4 ഷൂട്ടുള്ള ഇതേപോലെയുള്ള വലിപ്പമുള്ള ബ്ലൂമിങ് സ്റ്റേജിലെത്തിയ ഈ ചെടികൾക്കൊക്കെ 300 രൂപയെ വരുന്നുള്ളൂ. ജിനിയുടെ കുറച്ച് കളക്ഷൻസ് ഫെലോപ്സിസ് ആണ് കേട്ടോ. ഇത് ജിനി കൊണ്ടുവന്നതിന് ശേഷം ജിനിയുടേതായ രീതിയിൽ പോട്ട് ചെയ്തിരിക്കുന്നതാണ് അല്ലേ? ഇതിനെ പറ്റി ഒന്ന് പറഞ്ഞു ജിനി. ഇത് പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എല്ലാം ഫ്ലവറിങ്ങിനുള്ളത്. ഇതിൽ ഫ്ലവർ വിരിഞ്ഞു വരുന്നതുണ്ട്, ഫ്ലവർ വരുന്നതുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ സീഡ്ലിങ്സും ഉണ്ട്. ഇത് ഏതൊക്കെ വെറൈറ്റി? ഇതിലൊക്കെ കളറുകൾ എഴുതിയിട്ടുണ്ട്, വെറൈറ്റികൾ എല്ലാത്തിന്റെയും. എല്ലാം നല്ല വെൽ റൂട്ടഡ് ആണ്. അതെ, ഇതൊക്കെ എത്ര റേറ്റിനാണ് തുടങ്ങുന്നത്? ഇത് ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ 325, കൂടുതൽ എടുക്കുകയാണെങ്കിൽ 300 വെച്ചിട്ട് റേഞ്ച്. ഓക്കെ, ഇത് 550. ഓക്കെ, വലിയ പ്ലാന്റ്സ് ആണെങ്കിൽ 575 ഒക്കെ വരും. ചിലത് നല്ല വലിയ പ്ലാന്റ്സ് ഉണ്ട്. മൊക്കാറയുടെ കുറച്ച് നമ്മുടെ മച്യൂർ പ്ലാന്റ് ആണ് കേട്ടത്. ഇത് കുറച്ച് കഴിയുമ്പോഴേക്ക് ഇതിനകത്ത് പൂക്കൾ വരാൻ തുടങ്ങും, അതിനുള്ള മെച്യൂരിറ്റി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയും കുറച്ച് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. സീഡ്ലിങ്സ് ആണിത്. കുറച്ചുകൂടി മച്യൂർ ആയിട്ടൊരു പ്ലാന്റും വേണ്ടവർക്ക് അതെടുക്കാം, അതല്ല സീഡ്ലിങ്സ് ആയിട്ട് വേണ്ടവർക്ക് ഇതുപോലെ ഉള്ളത്. ഇതിൻ്റെ വെറൈറ്റീസ് ഒക്കെ ഇതുമേ ടാഗ് ഉണ്ട്. അതും എല്ലാം ടാഗിലാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ചെടികൾ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടാം. മാത്രമല്ല ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. ഇപ്പോൾ ഈ ചെടികളും ഏതൊക്കെ വേണ്ടെന്നൊക്കെ ചോദിക്കാനായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ജിനി. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ജിനിയുടെ ഈ ഒരു ഓർക്കിഡ് ഗാർഡൻ്റെ പേര് തുമ്പി ഓർക്കിഡ്സ് എന്നാണ്. വാട്സപ്പ് കൂട്ടായ്മയുടെ പേരും തുമ്പി ഓർക്കിഡ്സ് എന്നാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിലൊന്ന് വിളിക്കുകയോ മെസ്സേജ് ഇടുകയോ ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്തുള്ള കളറുകളൊക്കെ ജിനി അയച്ചു തരും. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വാങ്ങാം. അപ്പോൾ ജിനിയെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഇതേപോലെ നമ്മുടെ വീട്ടമ്മമാർക്കും പുതിയൊരു ഐഡിയാസൊക്കെ കിട്ടട്ടെ. ഇതൊരു വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് ജിനി സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും മനോഹരമായ ഗാർഡൻ സെറ്റ് ചെയ്ത ജിനിക്ക് ഒരിക്കൽ കൂടി എന്താ പറയുക അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് നിർത്താണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.